പരമ്പരാഗത വൈദ്യന്മാരുടെ അടുത്ത് പോകണം, ആദിവാസി വൈദ്യരുടെ അടുത്തും പോകണം, അലോപ്പതിയിൽ നിങ്ങൾ പോയിട്ടുള്ള അനുഭവമുണ്ട്, പ്രകൃതിയിലും വരണം, എല്ലായിടത്തും ഒരു യാത്ര നടത്തുക, ചെയ്തു നോക്കുക, കുഴപ്പമില്ലാത്തതൊക്കെ ചെയ്തു നോക്കുക. ഒരു സാധനവും മരുന്നായിട്ട് കഴിക്കരുത്, പച്ചമരുന്ന് പോലും കഴിക്കരുത്. ഡ്രഗ് ലെസ് ആയിട്ടുള്ള എല്ലായിടത്തും പോയി നോക്കുക, ഒരു കുഴപ്പമില്ല. എവിടെ നിന്നാണോ സുഖം കിട്ടുന്നത് അതിലുറച്ച് നിൽക്കാം. പക്ഷേ നിങ്ങൾ എവിടെ പോയാലും തിന്നണത് നന്നാവണ്ടേ? മൂത്ര ചികിത്സ നമ്മുടെ നാട്ടിലുണ്ട്. മൂത്രം കുടിച്ച് രോഗങ്ങൾ മാറ്റുന്ന ധാരാളം പേരുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ഞാനും, നല്ല കാര്യം, 10 പൈസ ആരും കൊണ്ടുപോകുന്നില്ലല്ലോ, സ്വന്തം മൂത്രമല്ലേ. മരുന്ന് കമ്പനിക്കാരുടെ മൂത്രമാണെങ്കിൽ ഭയങ്കര വിലയാണ്. ഫെർട്ടിനോൺ, നോവാരിൽ തുടങ്ങി 10-18 മരുന്നുകളുണ്ട്. മൂത്രത്തിൽ നിന്ന് മരുന്ന് കമ്പനിക്കാരുണ്ടാക്കി അലോപ്പതി ഡോക്ടർമാർ ആശുപത്രിയിൽ നിന്ന് നമുക്ക് തരുന്നത്. അത് നാട്ടുകാരുടെ മൂത്രം കഴിക്കലാണ്. ഒരു നിവൃത്തിയില്ലാണ്ട് മൂത്രം കുടിക്കണമെങ്കിൽ നാട്ടുകാരുടെ മൂത്രം കുടിക്കുന്നതാണോ സ്വന്തം മൂത്രം കുടിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? സ്വന്തം മൂത്രമാണ്. ചിലവുമില്ല. അപ്പിതെറാപ്പിയാണ് ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഏറ്റവും വലിയ ചികിത്സ. മൈക്രോ ബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ തെറാപ്പി എന്ന് വെച്ചാൽ ആരോഗ്യമുള്ളവൻ്റെ മലം എടുത്ത് ആരോഗ്യമില്ലാത്തവൻ്റെ ഉള്ളിലേക്ക് ഇടുക. പുതിയ ചികിത്സയാണ്. അവർ പ്രകൃതിക്കാരെയൊക്കെ കുറ്റം പറയും, പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഞാൻ ഈ മൂത്ര ചികിത്സ പറയുന്ന സുഹൃത്തിനോട് ഞാൻ ചോദിക്കും, ചാരായം കുടിക്കുന്നവൻ്റെ മൂത്രം അവൻ കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലല്ല, ചാരായം കുടിക്കാൻ പാടില്ല. ഇറച്ചി മീനും ഒക്കെ തിന്നിട്ട് ആ മൂത്രം കുടിച്ചാൽ അല്ല, സസ്യാഹാരമാണ് നല്ലത്. സസ്യാഹാരം കഴിച്ച രോഗമൊക്കെ മാറും. അപ്പം ബേസ് ഇതാണ്, അടിത്തറ. നല്ല ശ്വസനം, നല്ല വെള്ളം, നല്ല ഭക്ഷണം, അധ്വാനം, വിശ്രമം, നല്ല മനസ്സ്, നല്ല സമൂഹം, അഹിംസാത്മകമായ രാഷ്ട്രീയം, ഇതെല്ലാം, പിന്നെ അന്തരീക്ഷത്തിൻ്റെ, ഇതെല്ലാം കൂടി ചേർന്നാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. വ്യക്തി പാലിക്കേണ്ടത് വ്യക്തി പാലിക്കണം, സമൂഹം പാലിക്കേണ്ടത് സമൂഹം പാലിക്കണം, കാലാവസ്ഥ പാലിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ. അത് വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. 12 മണിക്ക് മുമ്പ് നിങ്ങൾ എത്ര ഉറങ്ങുന്നോ അതാണ് നിങ്ങളുടെ നിർണായകമായ ഉറക്കം. അതിനുശേഷം നിങ്ങൾ കൂടുതൽ കിടന്നുറങ്ങിയാലും നീരുവീഴ്ച ഉണ്ടാക്കാമെന്നല്ലാണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ 28-ാം തീയതി, ഈ 28-ാം തീയതി തിരുവനന്തപുരത്ത് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. തീപ്പൊള്ളലിൻ്റെ പ്രകൃതി ചികിത്സ, തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ, കുമളയ്ക്കാത്ത രീതിയിൽ, പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ്. അതുപോലെയുള്ള ലളിതമായ രീതികളാണ് 23 തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത്. പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം, ഓൺലൈനിൽ വരുത്താം. 9496044503 അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഈ 28-ാം തീയതി തിരുവനന്തപുരത്ത് ഗാന്ധി ഭവനിൽ ഇതുപോലെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അന്ന് അവിടെ പ്രകൃതി ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണവും കൂടി ഉൾപ്പെടുത്തിയാണ് അന്നത്തെ പരിപാടി. അപ്പോൾ ഒരു ഉപകാരം ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങളിത് തുറന്ന് പറഞ്ഞ് ഇല്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കി കേസ് 4-5 എണ്ണം ജയില് ഇങ്ങനെ നിന്ന്, അപ്പോൾ കഴിയുന്നത്ര നിങ്ങളൊരു സഹായം ഇതാണ്, കൂടുതൽ ആളുകളോടൊന്ന് പറഞ്ഞ് ക്ലാസ് ഒന്ന് കേൾക്കാൻ പറയുക. ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചോ ഇത് ചെയ്യണോ വേണ്ട ഒന്നും പറയണ്ട, അവർ തീരുമാനിക്കട്ടെ. അതിനുള്ളൊരു അവസരം നിങ്ങളുടെ കൂടെയുള്ളവർക്ക്, കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയും ഈ പാരാസ്റ്റമോളും ആസ്പിരിനും മരുന്നും കഴിച്ച് നിങ്ങളുടെ കണ്ണിൻ മുന്നിലൂടെ ഒരാൾ കരളും കിഡ്നിയും കളഞ്ഞെടുക്കുന്ന, ക്യാൻസർ പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ദുരിതം, കാശുണ്ടാക്കാൻ മരുന്ന് കമ്പനികളുടെ കൂടെ നിൽക്കുന്നവർക്ക് നല്ല പേര്. പത്രമാധ്യമങ്ങളിലെ, ദൃശ്യമാധ്യമങ്ങളിലെ, ടി വിയിലൊക്കെ അവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും, അതിന് കാശ് അവർ കൊടുക്കുകയും മരുന്ന് കമ്പനി കൊടുത്തോളും. ഇപ്പോൾ കോട്ടയത്തെ ഓന്തോളജിസ്റ്റിൻ്റെ ഒരു വന്നു കഴിഞ്ഞാൽ ചവറ് സാധനമാണ്, അലൂമിനിയം പാത്രം കൊണ്ടൊരു കുഴപ്പമില്ല. ഒരു സയൻറ്റിഫിക് റിപ്പോർട്ട് അദ്ദേഹത്തിന് പറയാനില്ല. നമുക്ക് 100 തരം റിപ്പോർട്ടുകൾ പറയുക മാത്രമല്ല, ക്ലോറിൻ വെള്ളം നിങ്ങൾ അലൂമിനിയം പാത്രത്തിൽ വെച്ച് 2 ദിവസം ഒന്ന് നോക്ക്, എന്തായിട്ട് മാറുക. കുറച്ച് ദിവസം അടുപ്പിച്ച് വെച്ചോളൂ,
ഒന്നും വേണ്ടല്ലോ. ഈ അലുമിനിയം പാത്രം ഉപയോഗിച്ച് തുളഞ്ഞല്ലേ പോകുന്നത്. അപ്പം എങ്ങോട്ട് പോയി അലൂമിനിയം? കഴിച്ചവരുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അതുകൊണ്ട് നിങ്ങൾക്കെന്ത് വേണം? ഒരു രോഗവും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദഹനേന്ദ്രിയത്തിന് ഇടയ്ക്കൊരു വിശ്രമം കൊടുക്കണം. അതാണ് നോമ്പ്. അത് ഏകാദശിയായിട്ടും ഷഷ്ടിയായിട്ടും വലിയ നോമ്പായിട്ടും ചെറിയ നോമ്പായിട്ടും സുന്നത്ത് നോമ്പായിട്ടും ഒക്കെ വരുന്നത് ദഹനേന്ദ്രിയത്തിന് വിശ്രമം കൊടുക്കലാണ്. അങ്ങനെ വരുമ്പോൾ അസിഡിറ്റി ഉള്ളവർക്ക് ആദ്യ ദിവസങ്ങളിൽ വലിയ പ്രയാസമായിരിക്കും. വായ മുഴുവൻ ഒട്ടുന്നു, ക്ഷീണം വരുന്നു, തളർച്ച വരുന്നു, തലകറക്കം വരുന്നു. അപ്പം അത് വിവേകപൂർവം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് നേച്ചർ ലൈഫിൻ്റെ 7 സെൻ്ററുണ്ട്. എവിടെ പോയാലും അവിടുത്തെ ഡോക്ടർമാർ ഇതിൽ വിദഗ്ധരാണ്. അവർ പറഞ്ഞു തരും. നിങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് പറ്റിയ ഒരു ഡയറ്റ് ക്രമം എപ്പോഴൊക്കെയാണ് കഴിക്കാതിരിക്കേണ്ടത്. 2 ആഴ്ച നേച്ചർ ലൈഫിൽ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നിങ്ങൾ പരിശീലിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിന്നുക എന്നതുപോലെ തന്നെ തിന്നാതിരിക്കുക എന്നുള്ളതും ആരോഗ്യത്തിന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ആ സമയങ്ങളിലാണ് അടിച്ച് കഴുകി ഉള്ളു ക്ലീനാക്കി ഉള്ളു കുളിക്കുന്നത്. ഉപവാസ സമയത്ത് ഉള്ളു കുളിക്കുന്നു. അകവും കുളിക്കണ്ടേ? അകവും ക്ലീനാക്കണ്ടേ? നമുക്ക് ഈ കുപ്പി കഴുകാനൊരു സാധനം ഉണ്ടല്ലോ, അതെ, അങ്ങോട്ട് ഉള്ളിലേക്ക് അത് കുനിഞ്ഞങ്ങ് പോയിക്കോളും. പിന്നെ വിടർന്ന് തിരിച്ചു പൊക്കുമ്പോൾ അതുപോലെ ഒരു സാധനം ഇട്ട് ക്ലീനാക്കാൻ പറ്റുമോ? ശ്വാസകോശത്തിലേക്ക്, അന്തരീക്ഷത്തിലെ കാർബൺ മുഴുവൻ കരിയും പോയി എല്ലാം ഉള്ളിലേക്ക് അങ്ങോട്ട് കയറും. അത് ആ ശ്വാസകോശം ഫുട്ബോളിൻ്റെ ബ്ലാഡർ ഇരിക്കണ പോലെ ഇരിക്കുക. അതിൽ നിന്ന് എങ്ങനെ കളയാൻ പറ്റുക? ഇവിടെ എവിടെയെങ്കിലും പിരി അഴിച്ചിട്ട് ക്ലീനാക്കാൻ പറ്റുമോ ശ്വാസകോശം? അതിന് ചുമക്കുക, തുമ്മുക, ചീറ്റുക. അപ്പോൾ ശരീരം നടത്തുന്ന പ്രവർത്തനങ്ങളെ മനസ്സിലാക്കണം, പഠിക്കണം. അതിനാണ് നമ്മൾ 2 ആഴ്ചയിലെ കോഴ്സ്. അത് ഓരോരുത്തരും ആ കോഴ്സ് പങ്കെടുക്കണം. 2 ആഴ്ച നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കാനും നിങ്ങളുടെ ശരീരത്തെ ഒരു ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നത് പോലെ ട്യൂൺ ചെയ്തെടുക്കാനും 2 ആഴ്ച നിങ്ങൾ പഠിക്കണം.